ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെക്കൻഡ് ടിപ്പിനെ കുറിച്ചാണ്. സോ നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്തെന്ന് പറഞ്ഞാൽ ഡോണ്ട് റിലേ ഓൺ ഫേക്ക് ജോബ് കൺസൾട്ടൻസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും UAE-ൽ ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ട്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നമ്മളിവിടെ ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാ വെബ്സൈറ്റിലും കയറിയിട്ട് നമ്മുടെ CV അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്യും. സോ ഈ ജോബ് കൺസൾട്ടൻസീസ് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ജോബ് കൺസൾട്ടൻസീസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽ എടുത്തിട്ട് നമ്മുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വരും. ഇമെയിൽ വഴിയോ മൊബൈൽ കോള് വഴിയോ ഇമെയിൽ വഴിയോ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും ഫസ്റ്റ്. സോ അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ CV നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ കണ്ടിട്ടാണ് അവർ നമുക്ക് കോൾ ചെയ്തിരുന്നതും ഇമെയിൽ ചെയ്യുന്നതും വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ റെസ്പോൺസ് കൊടുക്കും. സോ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ഈ ജോബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യണം. അവർ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കാൻഡിഡേറ്റിനെ അവിടെ രജിസ്റ്റർ ചെയ്യണം. പേയ്മെൻറ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുകയാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് അവർ ആ ജോബ് നിങ്ങൾക്ക് തരാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മളെ അവർ മാക്സിമം സോ നമ്മൾ അതിൽ കൺവിൻസ് ആയിട്ട് പേ ചെയ്ത് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം അവിടുന്ന് നമുക്കൊരു അഡ്രസ്സും ഉണ്ടാവില്ല. നമ്മൾ അവർ മാക്സിമം ഒഴിവാക്കുകയും ചെയ്യും. അതാണ് ഈ ഫേക്ക് കൺസൾട്ടൻസീസ് ചെയ്യുന്നത്. നമുക്കൊരു ഇൻ്റർവ്യൂവും കിട്ടില്ല, ഒരു ജോബും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു ഇമെയിലോ ഒരു കോളോ ഒരു കൺസൾട്ടൻസിന്നോ ഏതൊരു കമ്പനിന്നോ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമ്പനീനെ പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും റിവ്യൂസൊക്കെ മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എങ്ങനെയുള്ളൊരു കമ്പനിയാണെന്നുള്ളത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്ത അപ്രോച്ച്. പിന്നെ വന്നിട്ട് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള നല്ലൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഒഫീഷ്യൽ ഇമെയിൽ ID ഉണ്ടാവും, ഒഫീഷ്യൽ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് കോൾ റിസീവ് ചെയ്യുന്നത് ഒരു ഒഫീഷ്യൽ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്നാണോ ഒഫീഷ്യൽ ഇമെയിൽ ID നിന്നാണോ ഇമെയിൽ വരുന്നത്, അതൊക്കെ മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യണം. ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എൻ്റെ ടിപ്പ് 2 ഇതാണ്. Don't rely on the fake job consultancies. Thank you for watching, and if you like my content, do like, share and subscribe. Thank you so much. Bye bye.